അൽ ഇലാഫ് അൽ മുലാഫു വൽ മുലാഫു ഇലൈഹി. ഇലാഫത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് പദങ്ങളാണ് മുലാഫും മുലാഫുൻ ഇലൈഹിയും. എന്താണ് ഇലാഫത്ത്? എന്തിനു വേണ്ടിയാണ് ഇലാഫത്ത് ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഖലമു സലീമിൻ, സലീമിൻ്റെ പേന. ഇവിടെ ഇലാഫത്ത് ചെയ്തിരിക്കുന്നു. ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കൽ എന്നാണ് അർത്ഥം. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഖലമു എന്ന പദത്തിനെ സലീമിൻ എന്ന പദത്തിലേക്ക് ചേർത്തിരിക്കുന്നു. അപ്പോൾ സലീമിൻ്റെ പേന എന്ന് അർത്ഥം കിട്ടി. അപ്പോൾ നമ്മൾ ഇലാഫത്ത് ചെയ്യുന്നത് ൻ്റെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. മലയാളത്തിലുള്ളതുപോലെ ൻ്റെ എന്ന അതിന് സമാനമായ ഒരു ഹർഫോ അല്ലെങ്കിൽ ഒരു പദമോ അറബിയിലില്ല. പകരം ൻ്റെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഒരു വാക്കിനെ മറ്റൊരു വാക്കിലേക്ക് ഇലാഫത്ത് ചെയ്താൽ മതി, ചേർത്താൽ മതി. ഇവിടെ കലമിനെ ചേർത്തിരിക്കുന്നു സലീമിലേക്ക്. അപ്പോൾ സലീമിൻ്റെ കലം എന്ന അർത്ഥം കിട്ടി. ഇതിൽ ചേർക്കപ്പെട്ട പദം കലമാണ്. അതുകൊണ്ട് തന്നെ കലമാണിതിൽ മുലാഫ്. ഏത് വാക്കിലേക്കാണ് ചേർത്തിരിക്കുന്നത്? സലീം എന്ന വാക്കിലേക്കാണ് ചേർത്തത്. ഏതൊരു വാക്കിലേക്കാണോ ചേർത്തത് ആ വാക്കിന് മുലാഫുൻ ഇലൈഹി എന്ന് പറയുന്നു. ഇവിടെ സലീമാണ് മുലാഫുൻ ഇലൈഹി. ഇനി ഇതിൻ്റെ ഇഅ്റാബാണ് ശ്രദ്ധിക്കേണ്ട വിഷയം. മുലാഫുൻ ഇലൈഹിയുടെ ഇഅ്റാബ് ജറാണ്. ഇഅ്റാബ് ജറായതുകൊണ്ടാണ് അവസാനത്തെ അക്ഷരമായ മീമിന് കസ്ർ നൽകിയിരിക്കുന്നത്. ഇനി മുലാഫിൻ്റെ ഇഅ്റാബ് എന്താണ്? മുലാഫിന് പ്രത്യേകിച്ചൊരു ഇഅ്റാബില്ല. കാരണം മുലാഫ് എപ്പോഴും മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇവിടെ കലമു എന്ന മുലാഫ് മുബ്തദ ആണ്. മുബ്തദ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ജുംലയിലെ ആദ്യത്തെ വാക്ക് ഇസ്മാണെങ്കിൽ അതിന് മുബ്തദ എന്ന് പറയും. ഇവിടെ ഈ ഒരു ജുംലയിലെ ആദ്യത്തെ വാക്ക് ഇസ്മാണ്, കലമു എന്ന ഇസ്മാണ്. അതുകൊണ്ട് ഇത് മുബ്തദ ആണ്. മുബ്തദ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇഅ്റാബ് റഫ് ആയതും അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് ചേർത്തതും. ഈ മുബ്തദയിന് ശേഷം ഒരു മുലാഫുൻ ഇലൈഹി വന്നപ്പോൾ ആ മുബ്തദ മുലാഫും കൂടെയായി. അപ്പോൾ മുലാഫ് എപ്പോഴും മറ്റെന്തെങ്കിലും കൂടെയായിരിക്കും. അതിനെന്താണോ ഇഅ്റാബ് ഉള്ളത് ആ ഇഅ്റാബിൽ മാറ്റം വരില്ല. അതേ ഇഅ്റാബ് തന്നെ തുടരും. ചേർക്കുന്ന മുലാഫുൻ ഇലൈഹിയുടെ ഇഅ്റാബ് ജറായിരിക്കും. അത്രയാണ് അതിൽ ഇഅ്റാബിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മുലാഫിന് ഇഅ്റാബില്ലെങ്കിലും മുലാഫാകുമ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ മുലാഫാകുന്ന പദത്തിന് വരുന്നതാണ്. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ മുലാഫിന് ഉണ്ടായിരുന്ന അലിഫ്ലാമോ തൻവീനോ കളയപ്പെടും. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു ഒരു സെൻറ്റൻസിലെ എല്ലാ ഇസ്മിനും ഒന്നുകിൽ അലിഫ്ലാം അല്ലെങ്കിൽ തൻവീൻ നിർബന്ധമാണ്, അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒഴികെ എന്ന്. അതിൽപ്പെട്ടൊരു സന്ദർഭമാണ് ഇസ്മ് മുലാഫായി വരിക എന്നുള്ളത്. ഒരു ഇസ്മ് മുലാഫായി വന്നാൽ അതിൽ നിന്നും അലിഫ്ലാമും തൻവീനും കളയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ കലമു എന്ന് പറഞ്ഞിരിക്കുന്നത്. കലമുൻ സലീമിൻ എന്ന് പറയില്ല. അതേപോലെ അൽ കലമു സലീമിൻ എന്നും പറയില്ല. മുലാഫിന്റെ അലിഫ്ലാമിനെയും തൻവീനിനെയും കളയേണ്ടതാണ്. ഇവിടെ മുലാഫ് മുബ്തദ ആണെന്ന് പറഞ്ഞു. ഇതേപോലെ ഏതൊരു വാക്കിന് ശേഷവും മുലാഫുൻ ഇലൈഹി വെക്കാവുന്നതാണ്. അപ്പോൾ ആ വാക്ക് മുലാഫും കൂടെയാകും. ഇവിടെ മുബ്തദയിന് ശേഷം വെച്ചിരിക്കുന്നു. ഇനി ഖബറിന് ശേഷം മുലാഫുൻ ഇലൈഹി വെക്കാം, ഫായിലിന്റെ ശേഷം വെക്കാം, മഫൂൽ ബിഹിയുടെ ശേഷം വെക്കാം. അങ്ങനെ ഏതൊരു വാക്കിന്റെ ശേഷവും മുലാഫുൻ ഇലൈഹി വെക്കാവുന്നതാണ്. മുലാഫുൻ ഇലൈഹി വന്നാൽ ആ വാക്കിന് മുലാഫ് എന്നും കൂടെ പറയും. ഇനി മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. ഹാദ കലമു സലീമിൻ, ഇത് സലീമിൻ്റെ പേനയാണ്. ഇവിടെ ഹാദ എന്ന പദം കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഹാദ മുബ്തദ ആണ്. ഇനിയോ ഈ മുബ്തദയുടെ ഖബർ ഏതാണ്? കലമു, പേനയാണ് മുബ്തദയുടെ ഖബർ. അപ്പോൾ ഹാദ കലമുൻ എന്നാണ് ഉണ്ടാവുക. ഇതൊരു പേനയാണ്. ഹാദ മുബ്തദ്, കലമുൻ ഖബർ. ആ കലമുൻ എന്ന ഖബറിൻ്റെ കൂടെ നമ്മളൊരു മുലാഫുൻ ഇലൈഹി ചേർത്തു, സലീമിൻ എന്ന മുലാഫുൻ ഇലൈഹി. മുലാഫുൻ ഇലൈഹി വന്നപ്പോൾ കലമ് മുലാഫും കൂടെയായി. ഇപ്പോൾ കലമ് എന്ന പദം ഖബറാണ്, അതോടൊപ്പം മുലാഫും കൂടെയാണ്. ഖബറിൻ്റെ ഇഅ്റാബ് റഫായതുകൊണ്ടാണ് കലമിൻ്റെ അവസാനത്തെ അക്ഷരമായ മീമിന് ലമ്മിട്ടിരിക്കുന്നത്. ഇത് മുലാഫുൻ ഇലൈഹി ചേരുന്നതിന് മുമ്പ് തൻവീൻ ലമ്മായിരുന്നു. ഹാദ കലമുൻ എന്നായിരുന്നു ഉള്ളത്. മുലാഫുൻ ഇലൈഹി ചേർന്നപ്പോൾ കലമുൻ എന്ന തൻവീൻ മാറ്റി കലമു എന്ന് ആക്കി. കാരണം മുലാഫിന് തൻവീൻ ഉണ്ടാകാൻ പാടില്ല.
ഹാദാ കലമു സലീമിൻ, ഇത് സലീമിൻ്റെ പേനയാണ്. സലീം മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിയുടെ ഇറാബ് ജറാണ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ മീമിന് കസ്റ നൽകിയിരിക്കുന്നു. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. ബൈത്തു മുഹമ്മദിൻ ജദീദുൻ, മുഹമ്മദിൻ്റെ വീട് ജദീദുൻ, പുതിയതാണ്. ഇവിടെ മേലത്തെ ഉദാഹരണത്തിൽ ഖബറിൻ്റെ ശേഷമാണ് മുലാഫിൻ ഇലൈഹി വന്നത്. ഇവിടെ ബൈത്തു എന്ന മുബ്തദയിൻ്റെ ശേഷമാണ് മുലാഫിൻ ഇലൈഹി വന്നത്. ബൈത്തു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ വീട്. അപ്പോൾ മുഹമ്മദാണ് മുലാഫിൻ ഇലൈഹി. ബൈത്തു എന്നത് മുബ്തദ ആണ്. ആ മുബ്തദയിന് ശേഷമാണ് മുലാഫിൻ ഇലൈഹി വന്നിരിക്കുന്നത്. ഈ മുബ്തദയിൻ്റെ ഖബർ എവിടെ? ജദീദുൻ എന്നതാണ് ഇതിൻ്റെ ഖബർ. അപ്പോൾ മുലാഫിൻ ഇലൈഹി ഒഴിവാക്കിയിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. അങ്ങനെയായിരുന്നു ഉണ്ടാവുക. പിന്നെ അൽ ബൈത്തു എന്ന മുബ്തദയിൻ്റെ ശേഷം ഒരു മുലാഫിൻ ഇലൈഹി വന്നപ്പോൾ അൽ ബൈത്ത് മുലാഫും കൂടെയായി. അതുകൊണ്ട് ആ മുബ്തദയിനുണ്ടായിരുന്ന അലിഫ് ലാം കളയപ്പെട്ടു. അങ്ങനെ അൽ ബൈത്തു എന്ന് മാറിയിട്ട് ബൈത്തു എന്ന് ആയി. ബൈത്തു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ വീട് ജദീദുൻ, പുതിയതാണ്. അടുത്തത് ജാ വാലിദു ജാബിരിൻ, ജാബിറിൻ്റെ പിതാവ് വന്നു. ജാ ഫിഅലാണ്, വന്നു. വാലിദു ഫായിലാണ്. ഈ ജാ എന്ന പ്രവൃത്തി ചെയ്തിരിക്കുന്ന ഫായിലാണ് വാലിദ്. ഫായിലിന്റെ ഇറാബ് റഫ് ആണ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ കൊടുത്തത് കാണാം. ഇവിടെ ഫായിലിന്റെ ശേഷമാണ് മുലാഫിൻ ഇലൈഹിയായ ജാബിർ എന്ന പദം ചേർന്നിരിക്കുന്നത്. ഈ മുലാഫിൻ ഇലൈഹി ചേരുന്നതിന് മുമ്പ് ജാ വാലിദുൻ എന്നാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ജാ അൽ വാലിദു എന്നാണ് ഉണ്ടായിരുന്നത്. മുലാഫിൻ ഇലൈഹി ചേർന്നപ്പോൾ അതിനുണ്ടായിരുന്ന അലിഫ്ലാമോ അല്ലെങ്കിൽ തൻവീനോ കളയപ്പെട്ടു. അങ്ങനെ ജാ വാലിദു എന്നായി. ജാ വാലിദു ജാബിരിൻ, ജാബിറിന്റെ പിതാവ് വന്നു. അക്കൽത്തു ലഹ്മൽ ജമലി, ഞാൻ ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നു. അക്കൽത്തു ഞാൻ തിന്നു. ലഹ്മ ഇറച്ചി. ഇവിടെ ലഹ്മ എന്നത് മഫ്ഊലും ബിഹിയാണ്. ഈ മഫ്ഊലും ബിഹിയുടെ ശേഷമാണ് മുലാഫിൻ ഇലൈഹി വെച്ചിരിക്കുന്നത്. അപ്പോൾ മുലാഫിൻ ഇലൈഹി ചേരുന്നതിന് മുമ്പ് ഈ സെന്റൻസ് അക്കൽത്തു ലഹമൻ അല്ലെങ്കിൽ അകൽത്തുൽ ലഹമ എന്നായിരുന്നു. എന്നാൽ മുലാഫിൻ ഇലൈഹി ചേർന്നപ്പോൾ, മഫ്ഊലും ബിഹിയുടെ കൂടെ മുലാഫിൻ ഇലൈഹി ചേർന്നപ്പോൾ മഫ്ഊലും ബിഹി മുലാഫും കൂടെയായി. അപ്പോൾ അതിലുണ്ടായിരുന്ന അലിഫ്ലാമും അല്ലെങ്കിൽ തൻവീൻ കളയപ്പെട്ടു. ലഅബ്ന ഫി ഫിനാഇൽ മദ്രസത്തി, സ്കൂളിൻ്റെ മുറ്റത്ത് ഞങ്ങൾ കളിച്ചു. ലഅബ്ന ഞങ്ങൾ കളിച്ചു. ഫി ഫിനാഇ മുറ്റത്ത്. ഏത് മുറ്റത്താണ് കളിച്ചത്? ഫി ഫിനാഇൽ മദ്രസത്തി, മദ്രസത്തിൻ്റെ സ്കൂളിൻ്റെ മുറ്റത്ത്. ഇവിടെ ലഅബ്ന ഫി ഫിനാഇൻ അല്ലെങ്കിൽ ലഅബ്ന ഫിൽ ഫിനാഇ എന്നായിരുന്നു ഉള്ളത്. ഫിനാ എന്ന പദം ഹർഫു ജറിന് ശേഷം വന്നിരിക്കുന്ന ഒരു ഇസ്മാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇറാബ് ജറാണ്. അതിൻ്റെ ശേഷമാണ് അൽ മദ്രസ എന്ന മുലാഫിൻ ഇലൈഹി വന്നിരിക്കുന്നത്. മുലാഫിൻ ഇലൈഹി വന്നതുകൊണ്ട് ഇത് മുലാഫും കൂടെയായി. അതുകൊണ്ട് ഇതിനുണ്ടായിരുന്ന അലിഫ്ലാമും തൻവീനും കളയപ്പെട്ടു. മുലാഫിൻ ഇലൈഹിയുടെ ഇറാബ് ജറായത് കാരണം അൽ മദ്രസ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകിയിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ ഖബറാണ് മുലാഫ്, രണ്ടാമത്തെ സെന്റൻസിൽ മുബ്തദ ആണ് മുലാഫ്, മൂന്നാമത്തെ സെന്റൻസിൽ ഫായിലാണ് മുലാഫ്, അടുത്തതിൽ മഫ്ഊൽ ബിഹിയാണ് മുലാഫ്, അവസാനത്തതിൽ ജർ ചെയ്യപ്പെട്ട ഇസ്മാണ് മുലാഫ്. പിന്നെ മുലാഫിൻ ഇലൈഹിയുടെ ഇറാബ് ജറാണ്. അതുകൊണ്ട് എല്ലാ മുലാഫിൻ ഇലൈഹിയുടെ അവസാനത്തിലും കസ്ർ നൽകിയിരിക്കുന്നത് കാണാം. ഇനി അൽ ഇറാബ്. ഹാദ ഖലമു സലീമിൻ, ഇതിൽ ഹാദ എന്നത് മുബ്തദ ആണ്, ഖലമു എന്നത് മുബ്തദയുടെ ഖബറാണ്. ഖബറുൻ മർഫൂഉൻ ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ട ഖബർ. വഹുവ മുലാഫിൻ, അത് മുലാഫും കൂടെയാണ്. സലീമിൻ മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ ബിൽ കസ്റ, കസ്റ കൊണ്ട് ജർ ചെയ്യപ്പെട്ട മുലാഫിൻ ഇലൈഹിയാണ് സലീമിൻ. ബൈത്തു മുഹമ്മദിൻ ജദീദുൻ, ബൈത്തു എന്നത് മുബ്തദവും മർഫൂഉൻ ബിൽ ലമ്മത്തി, ലമ്മ കൊണ്ട് റഫ് ചെയ്യപ്പെട്ട മുബ്തദ ആണ് ബൈത്ത്. വഹുവ മുലാഫിൻ, അത് മുലാഫും കൂടെയാണ്. മുഹമ്മദിൻ മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ ബിൽ കസ്റ, കസ്റ കൊണ്ട് ജർ ചെയ്യപ്പെട്ട മുലാഫിൻ ഇലൈഹിയാണ്. ജദീദുൻ ബൈത്തു എന്ന മുബ്തദയുടെ ഖബറാണ്. ഖബറും മർഫൂഉൻ ബിൽ ലമ്മ, ലമ്മ കൊണ്ട് റഫ് ചെയ്യപ്പെട്ട ഖബർ. ഇനി മുലാഫിൻ്റെ
കുറച്ച് ഭാഗങ്ങൾ കൂടെ പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ പറയാം.